എപ്പോഴും അമൃതയെ ആരെങ്കിലും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അമൃതയ്ക്ക് വേണ്ടി രംഗത്തെത്തുന്നത് അമൃതയുടെ സഹോദരി അഭിരാമി തന്നെയാണ്. ഇപ്രാവശ്യവും ആ പതിവ് തെറ്റിയിട്ടില്ല. അമൃതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അമൃത നേരിടുന്നതിനേക്കാൾ കൂടുതൽ നേരിട്ട ഒരാൾ തന്നെയാണ് അഭിരാമി എന്ന് പറയാം. ഇപ്പോൾ അഭിരാമി ബാലയ്ക്കെതിരെയും അമൃതയ്ക്കെതിരെയും ഒക്കെയുള്ള കാര്യങ്ങളാണ് തുറന്നു പറയുന്നത്. അവരുടെ ദാമ്പത്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും അഭിരാമി പറയുന്നു. ആളുകൾ ഉപദ്രവിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കാണാൻ പാടില്ലാത്തത് കണ്ടു. അങ്ങനെ അഭിരാമി ബാലയോട് കയർത്ത് ചോദിക്കുകയാണ്. രാവും പകലും പാട്ടുപാടിയും അക്ഷീണം പ്രയത്നിച്ചും ഭാവി സുരക്ഷിതമാക്കാൻ ഞങ്ങൾ ഇപ്പോഴും പാടുപെടുകയാണ്. ഞങ്ങൾക്ക് പ്രായമൊരു അമ്മയും നിരപരാധിയായ ഒരു കുട്ടിയുമുണ്ട്. ഈ ചതികൾ കാരണം എൻ്റെ ഭാവി പോലും നശിക്കപ്പെടുന്നുണ്ട് എന്ന് അഭിരാമി പറയുന്നു. അപ്പോൾ ആ കുഞ്ഞിന് എന്തുമാത്രം അനുഭവിക്കേണ്ടി വരും? ഇപ്പോൾ അതൊരു കുഞ്ഞായതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു എന്ന് പറയാം. ഉറച്ച ബോധ്യമില്ലാതെ ഒരാളെ വേട്ടയാടിയും പരോക്ഷമായി വധിച്ചും വ്യക്തിഹത്യ നടത്തിയും ആളുകളെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഒരു സ്ത്രീയും അവരുടെ കുടുംബവും കഠിനാധ്വാനം ചെയ്യുകയും അവരുടെ കാലിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ അഭിമാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്തത് മൃഗീയമാണ്.